ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ അഗെയിൻ. നമ്മൾ ISO 17025 വേരിയസ് ക്ലോസസ് ഡിസ്കസ് ചെയ്യായിരുന്നു. നമ്മൾ വേരിയസ് ക്ലോസസ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 6.4 ക്ലോസസ് പ്രീവിയസ് പാർട്ടിൽ ചെയ്തു. അടുത്തത് 6.5 മെട്രോളജിക്കൽ ട്രേസബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ട്രേസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മെഷർ ചെയ്താലും ആ മെഷർമെൻറ്റിന് അതിൻ്റെ ബേസ് ഹൗ ദ മെഷർമെൻറ്റ് ഹൗ ദ യൂണിറ്റ് പറഞ്ഞാൽ മില്ലിമീറ്റർ. അപ്പോൾ ദെൻ വാട്ട് ഈസ് മില്ലിമീറ്റർ, 1000 ഓഫ് എ മീറ്റർ, ദെൻ വാട്ട് ഈസ് മീറ്റർ. സോ ദിസ് ക്വസ്റ്റ്യൻ വിൽ കം. സോ മീറ്ററിനൊരു ഡെഫിനിഷൻ ഉണ്ട്, ഒരു BIPM ഡെഫിനിഷൻ, ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. 7 ബേസിക് പാരാമീറ്റേഴ്സ് SI സിസ്റ്റത്തിന് ഒരു BIPM ആൻഡ് BIPM. ഓക്കെ, അപ്പോൾ അത് ആ BIPM ഡെഫിനിഷൻ, SI യൂണിറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണോ അവിടേക്ക് എത്തുന്നവരെ നമ്മൾ കാലിബ്രേഷൻ ചെയ്യണം. ഷുഡ് ബി ആൻ അൺബ്രോക്കൺ ചെയിൻ ഓഫ് കാലിബ്രേഷൻസ്. ഇപ്പോൾ എന്താണ് 6.5 മെട്രോളജിക്കൽ ട്രേസബിലിറ്റി സ്റ്റാൻഡേർഡ് പറയുന്നത്, ISO 17025 പറയുന്നത് 6.5.1 ദ ലബോറട്ടറി ഷാൾ എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ മെട്രോളജിക്കൽ ട്രേസബിലിറ്റി ഓഫ് ഇറ്റ്സ് മെഷർമെൻറ്റ് റിസൾട്ട്സ് ബൈ മീൻസ് ഓഫ് എ documented unbroken chain of calibrations, each contributing to the measurement uncertainty, linking them to an appropriate reference. That means our measuring instrument should be calibrated from a accredited laboratory. Then അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ accredited laboratory നിന്ന് അങ്ങോട്ടുള്ള ട്രേസബിലിറ്റി ചെയിൻ കംപ്ലീറ്റഡ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, 6.5.2 the laboratory shall ensure that measurement results are traceable to the international system of units. അതായത് SI സിസ്റ്റത്തിൽ ഒരു 7 ബേസിക് പാരാമീറ്റേഴ്സ് ഉണ്ട്, ബാക്കിയെല്ലാം ഡിറൈവ്ഡ് പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു ഡെഫിനിഷൻ ഉണ്ട്. മീറ്റർ എന്താണ്, ഒരു ആംബിയർ എന്താണ്, ഒരു കെൽവിൻ എന്താണ്, ഒരു കിലോഗ്രാം എന്താണ് എന്ന് അങ്ങനെ എല്ലാ ബേസിക് പാരാമീറ്റേഴ്സിനും ഓരോ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ യൂണിറ്റിനൊക്കെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് എത്തുന്നത് വരെ കാലിബ്രേഷൻ ചെയ്യണം. അതായത് നിങ്ങളുടെ മാസ്റ്റർ എക്യുപ്മെൻറ്റ്, നിങ്ങളുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഒരു അക്രഡിറ്റഡ് ലാബിൽ കാലിബ്രേഷൻ ചെയ്യുന്നു, അവരുടെ മാസ്റ്റർ എക്യുപ്മെൻറ്റ് വേറെ ലാബിൽ കാലിബ്രേഷൻ ചെയ്യുന്നു, അവരുടെ മാസ്റ്റർ എക്യുപ്മെൻറ്റ് വേറെ അതിലും നല്ല ലാബിൽ കാലിബ്രേഷൻ ചെയ്യുന്നു. ഫൈനലി ഇത് എത്തേണ്ടത് പാരീസിലെ CVS എന്ന സ്ഥലത്ത് BIPMൻ്റെ ഒരു ലാബുണ്ട്. അവിടെ ചില പ്രോട്ടോടൈപ്പ് കിലോഗ്രാമൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ SI യൂണിറ്റിൻ്റെ നാച്ചുറൽ കോൺസ്റ്റൻ്റ് ആയിട്ട് അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തുന്നത് വരെ അതിനെ കാലിബ്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് ട്രേസബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം നമുക്ക്? ഇത് ലബോറട്ടറി 6.52 പറയുന്നത് അത് നിങ്ങൾക്ക് ഈ ABC പറഞ്ഞ ഈ ഏതെങ്കിലും വേയിൽ നിങ്ങൾക്ക് ട്രേസബിലിറ്റി ഉണ്ടാക്കാം. കാലിബ്രേഷൻ പ്രൊവൈഡഡ് ബൈ എ കോമ്പിറ്റൻറ്റ് ലബോറട്ടറി. ഒരു കോമ്പിറ്റൻറ്റ് ലബോറട്ടറി ആരാണ്? ISO 17025 ഫോളോ ചെയ്യുന്നവരാണ് കോമ്പിറ്റൻറ്റ് ലബോറട്ടറി എന്ന് പറയുന്നത്. അതായത് NABL അക്രഡിറ്റഡ്, IAC അക്രഡിറ്റഡ്, A2LA, SAC, UCAS ഇവരാരെങ്കിലുമൊക്കെ അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ISO 17025 ഫോളോ ചെയ്യുന്നവരായിരിക്കാം. അവർ കോമ്പിറ്റൻ്റ് ആണ്. ദേ ആർ കൺസിഡേർഡ് ദാറ്റ് ദേ ആർ കോമ്പിറ്റൻറ്റ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ലാബിൽ കൊണ്ട് കാലിബ്രേഷൻ ചെയ്താൽ മതി നിങ്ങളുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി. ദാറ്റ് മീൻസ് ട്രേസബിലിറ്റി ഈസ് കംപ്ലീറ്റഡ് ഓവർ ദർ. അതല്ലെങ്കിൽ certified reference material provided by a competent producer with stated metrological traceability to SI. അതായത് നിങ്ങൾക്ക് CRMs ഉപയോഗിക്കാം, സർട്ടിഫൈഡ് റെഫറൻസ് മെറ്റീരിയൽ. ഇപ്പോൾ ഹാർഡ്നസ് ബ്ലോക്കുകൾ, വിക്കർ ഹാർഡ്നസ് ബ്ലോക്കുകൾ, അല്ലെങ്കിൽ ബഫർ സൊല്യൂഷൻസ്, അതല്ലെങ്കിൽ ഈ PH വാല്യൂവിൻ്റെ ഒക്കെ ക്യാപ്സ്യൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു റെഫറൻസ്, അതിനെല്ലാം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം ഒരു റെഫറൻസ് മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റിൽ നിങ്ങൾക്ക് കാലിബ്രേഷൻ ചെയ്താൽ മതി. എന്നാലും നിങ്ങൾക്ക് അത് SI യൂണിറ്റിക്ക് ട്രേസബിലിറ്റി ഉണ്ട് എന്ന് കൺസിഡർ ആണ്. അത് ആരെങ്കിലും ഉണ്ടാക്കിയ CRM പറ്റില്ല. ISO 17034 ഫോളോ ചെയ്യുന്നവർ, ISO 17034 ഫോളോ ചെയ്തിട്ട് അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനത്തെ ഒരു റെഫറൻസ് മെറ്റീരിയൽ മാനുഫാക്ചേഴ്സ് ഉണ്ട്. ആ റെഫറൻസ് മെറ്റീരിയൽ മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കുന്ന റെഫറൻസ് മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ട്രേസബിലിറ്റി കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ ഒന്ന് ഡയറക്റ്റ് റിയലൈസേഷൻ ഓഫ് ദ SI യൂണിറ്റ് എൻഷുർഡ് ബൈ കമ്പാരിസൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് നാഷണൽ ഓർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് SI യൂണിറ്റിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകാം. SI യൂണിറ്റിൻ്റെ ഡെഫിനേഷൻ നമുക്ക് അറിയാലോ. 7 ബേസിക് പാരാമീറ്ററിന് ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ട്രിപ്പിൾ പോയിൻ്റ് ഓഫ് ഐസ്, അതാണ് 0 ഡിഗ്രി സെൽഷ്യസ് ആയി കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഐസ് ബാത്ത് ഉണ്ടാക്കി അത് വെച്ചും കാലിബ്രേഷൻ ചെയ്യാം. അതിനനുസരിച്ച് അൺസർട്ടനിറ്റിയിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ SI യൂണിറ്റിലേക്ക്
നിങ്ങൾ ആ ഒരു ബാത്തും അതുപോലുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ ലൈറ്റ് വേവ് ആണെങ്കിൽ മീറ്റർ പറഞ്ഞാൽ എന്താ, ഏതാണ്ട് ഒരു സെക്കൻഡിൻ്റെ 30 കോടി അംശത്തിലൂടെ ലൈറ്റ് വാക്കത്തിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു മീറ്റർ എന്നാണ് ഡെഫിനിഷൻ. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത് വെച്ചിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ട്രേസബിലിറ്റി ഉണ്ടാക്കാം. ഡയറക്ട്ലി ടു നാച്ചുറൽ കോൺസ്റ്റൻറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ us. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അടുത്ത മെത്തേഡായിട്ടുള്ള അടുത്തുള്ള ഒരു അക്രഡിറ്റഡ് ലാബിൽ കൊണ്ട് കാലിബ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, 6.5.3 when metrological traceability to the SI unit is not technically possible, the laboratory shall demonstrate metrological traceability to an appropriate reference. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അങ്ങനെ പോസിബിൾ അല്ല, അങ്ങനെ ഒരു അക്രഡിറ്റേഷൻ ആ ഒരു പാരാമീറ്ററിന് ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾക്ക് ട്രേസബിലിറ്റി ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ മൈക്രോമീറ്റർ കാലിബ്രേഷൻ ചെയ്യുന്നത് അത് ഇഞ്ചിലാണ് എഴുതിയിരിക്കുന്നത്, ഇഞ്ചിലുള്ളൊരു സാധനമാണ്, നിങ്ങൾക്ക് സ്ലിപ്പ് ഗേജേ ഉള്ളൂ, നോ പ്രോബ്ലം, നിങ്ങൾ കൺവേർട്ട് ചെയ്താലും മതി. അങ്ങനെ അതിൽ വെച്ച് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ റിലേഷൻ എഴുതിയാൽ മതി. ആ രണ്ടിന് ഇപ്പോൾ 25.4 = 1 inch. അപ്പോൾ അങ്ങനെയുള്ള കൺവേർട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ട്രേസബിലിറ്റി ഉണ്ടാക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് CRM ഉപയോഗിക്കുക. സർട്ടിഫൈഡ് വാല്യൂസ് ഓഫ് സർട്ടിഫൈഡ് റെഫറൻസ് മെറ്റീരിയൽ പ്രൊവൈഡഡ് ബൈ എ കോമ്പിറ്റൻറ്റ് പ്രൊഡ്യൂസർ 17034 അക്രഡിറ്റഡ് ആയിട്ടുള്ള റെഫറൻസ് മെറ്റീരിയൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്ന റെഫറൻസ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്കൊരു ട്രേസബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, B. The results of reference measurement procedures, specified methods or consensus standards that are clearly described and accepted as providing measurement results fit for the intended use and ensured by suitable comparison. ഇത് നിങ്ങൾക്ക് SI യൂണിറ്റിലേക്കുള്ള ഈ ട്രേസബിലിറ്റി ഈ ഒരു രീതിയിലും നടക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണോ ടെക്നിക്കലി സയൻറ്റിഫിക്കലി പോസിബിൾ, ഇപ്പോൾ ഒരു കമ്പൈൻഡ് ഒരു പാരാമീറ്ററാണ്, അതിൻ്റെ സെപ്പറേറ്റ് വേരിയബിൾസിനെ സെപ്പറേറ്റ് കാലിബ്രേഷൻ ചെയ്ത് ട്രേസബിലിറ്റി ഉണ്ടാക്കാം. അപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഔട്ട്പുട്ടിൻ്റെ ഉള്ള ട്രേസബിലിറ്റി ഓട്ടോമാറ്റിക്കലി വിൽ ബി ദർ. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ SI യൂണിറ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് ഒരു ട്രേസബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് മെട്രോളജിക്കൽ ട്രേസബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത 6.6 ക്ലോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് അസ്. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു വാട്സപ്പ് എന്നാൽ ഞാൻ അതിലേക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വി ആർ കണ്ടക്ടിങ് വേരിയസ് ട്രെയിനിങ് കോഴ്സസ്, ഓൺലൈൻ കോഴ്സസ് ഓൺ 17025 മെട്രോളജിക്കൽ ട്രേസബിലിറ്റി അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എസ്റ്റിമേഷൻ പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ ഞങ്ങൾ ഓൺലൈൻ ട്രെയിനിങ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അത് ഞങ്ങൾക്ക് മെയിൽ ചെയ്യാം isotechmetrology@gmail.com. ഓക്കെ, താങ്ക് യു വെരി മച്ച്.